ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കറുവപ്പട്ടയെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളിൽ പലരും കറുവപ്പട്ട രാവിലെ വെറും വയറ്റിൽ വരെ ചായയായിട്ട് ആക്കി കുടിക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ഈ കാര്യങ്ങൾ അറിയാണ്ട് നിങ്ങൾ കറുവപ്പട്ട ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കറുവപ്പട്ട എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വില്ലനായി മാറിയേക്കാം. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കറുവപ്പട്ട എന്ന പേരിൽ പറഞ്ഞ് കിട്ടുന്ന സാധനം ശരിക്കും ഒറിജിനൽ സിന്നമൺ സ്റ്റിക്ക് അല്ല. അപ്പോൾ അത് ഒറിജിനലാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ രാവിലെ വെറും വയറ്റിലൊക്കെ ഇത് കുടിക്കാൻ പാടുള്ളൂ. മെയിനായിട്ട് നമ്മൾ പ്രമേഹ രോഗികൾ അതേപോലെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് അധിക പേരും ഈ കറുവപ്പട്ട ഉപയോഗിക്കുന്നത്. അപ്പോൾ കറുവപ്പട്ട എന്ന വ്യാജന നിങ്ങൾ തിരിച്ചറിയണം. കറുവപ്പട്ടയുടെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണിത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണമെന്ന് കരുതി ചെയ്യുന്നത് ഭയങ്കരമായ ദോഷത്തിൽ നിങ്ങളുടെ മരണത്തിന് വരെ കാരണമായേക്കാം. അപ്പോൾ നമുക്ക് അധികം ഇൻട്രൊഡക്ഷൻ ഇല്ലാണ്ട് നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ശരിക്കും കറുവപ്പട്ടയുടെ വ്യാജന നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയില്ല. 2 ടൈപ്പ് സിനമണാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് കാഷ്യ സിനമണും ഒന്ന് സിലോൺ സിനമണും. അപ്പോൾ സിലോൺ സിനമണാണ് ഒറിജിനൽ എന്ന് പറയുന്നത്, കാഷ്യ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഇത് വാങ്ങുന്ന സമയത്ത് തന്നെ നല്ല വില അതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും സിന്നമൺ ആയിരിക്കും. ഒറിജിനൽ സിന്നമൺ ഒരിക്കലും നമുക്ക് ചെറിയ വിലയിൽ കിട്ടില്ല, അതിന് നല്ല വില തന്നെ കൊടുക്കണം. ഈ കാഷ്യ സിന്നമൺ ആണെങ്കിൽ കാഷ്യ സിന്നമൺ ആണ് ഒരുവിധം നമ്മുടെ എല്ലാവരുടെ അടുക്കളയിലും ഉള്ളത്. കാഷ്യ സിന്നമൺ ആണെങ്കിൽ അത് നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ കിട്ടും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ കാഷ്യ സിന്നമൺ ആണെങ്കിൽ ശരിക്കും ഒരു മരക്കഷ്ണം പോലെയാണ് അത് ഉണ്ടാവുക. അതൊരിക്കലും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റൂല. അത് ഒരിക്കലും നമുക്ക് പൊടിയായി കിട്ടൂല. അങ്ങനെ പൊടിയായി കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് നമ്മുടെ ഒറിജിനൽ സിന്നമൺ ആണ്. ഒറിജിനൽ സിന്നമൺ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ പാളി പോലെയാണ് ഉണ്ടാകുക, വളരെ നേർത്തതാണ്. അതാണ് ഇത് രണ്ടും കണ്ടുപിടിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല പൊടിയായി കിട്ടും. മറ്റേതാണെങ്കിൽ നമുക്ക് ഒരിക്കലും പൊടിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. പൊടിച്ചാലും അതിൽ തരിതരിപ്പ് ബാക്കി ഉണ്ടാവും, ഒരു പൗഡർ പോലെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒടിക്കാൻ മാത്രമേ പറ്റൂ, പൊട്ടിക്കാൻ വരെ പ്രയാസമായിരിക്കും. പിന്നെ ഈ ഫേക്കായിട്ടുള്ള സിന്നമൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു രാസപരീക്ഷണം നടത്തുക എന്ന് വേണമെങ്കിൽ പറയാം. അതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിന്നമണ്ണിൻ്റെ പൗഡർ എടുക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്റ്റിക്കല്ല, പൗഡറാണെന്നുണ്ടെങ്കിൽ സിന്നമണ്ണിൻ്റെ പൗഡർ എടുക്കുക. സിന്നമൺ പൗഡർ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അയോഡിൻ ഒഴിക്കുക. അയോഡിൻ ഒഴിച്ചാൽ നീല കളറിൽ അത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒറിജിനലാണ്. അല്ല അതിൻ്റെ കൂടെ ഒരു ബ്ലാക്ക് കളർ കൂടി മിക്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് ഫേക്കാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൊണ്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അതിൻ്റെ വിലയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിലോൺ കറുവപ്പട്ട എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ശക്തമായ മണമുള്ളതും അതുപോലെ തന്നെ നല്ല രുചിയുള്ളതും ആയിരിക്കും. മറ്റേതിന് അത്ര എന്താ പറയുക, മണം എന്ന് പറഞ്ഞാൽ അത്ര നല്ല മണമായിരിക്കില്ല. അതുപോലെ തന്നെ രുചിയിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ഒറിജിനൽ സിന്നമൺ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ശ്രീലങ്കയിലും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ചില ഭാഗങ്ങളിലും മാത്രമാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സിന്നമൺ എന്ന് പറയുന്നത് ചൈനയിലും വിയറ്റ്നാമിലും കൃഷി ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ സിലോൺ സിന്നമൺ ആണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞല്ലോ. ആ സിലോൺ സിന്നമൺ ശ്രീലങ്കയിലാണ് മെയിനായിട്ട് കൃഷി ചെയ്യപ്പെടുന്നത്. എന്നാൽ പിന്നെ ചൈനയിൽ നിന്നും അതുപോലെ തന്നെ വിയറ്റ്നാം പോലുള്ള നാടുകളിൽ നിന്ന് വരുന്നതാണ് ഈ കാഷ്യ എന്ന് പറയുന്ന സിന്നമൺ. നിരവധി ഗുണങ്ങളുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ശരിക്കും പറഞ്ഞാൽ കറുവപ്പട്ട. വായ വൃത്തിയാക്കാൻ തൊട്ട് കീടനാശിനികളെ നിയന്ത്രിക്കാൻ വരെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മധുര പലഹാരങ്ങളിലെ വിശിഷ്ട ചേരുവയാണ് ഈ കറുവപ്പട്ട. മധുരത്തോടൊപ്പം ഒരു പ്രത്യേക സ്വാദ് നൽകാൻ ഇത് സഹായിക്കാറുണ്ട്. ഇതിന് പുറമെ വീട്ടിലെ വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ കറുവപ്പട്ട ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാധനങ്ങൾ വൃത്തിയാക്കാൻ തൊട്ട് കൊതുകിനെ നിയന്ത്രിക്കാൻ വരെ 100ലേറെ ഗുണങ്ങൾ
ഗുണങ്ങൾ ഇതിനുണ്ട്. പക്ഷേ ഗുണം ഒരുപാടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇത് ഭയങ്കര അപകടകാരിയാണ്. ഈ ഗുണം ചെയ്യുന്നത് എന്ന് പറയുന്നത് ശരിക്കും സൈലോൺ സിന്നമൺ എന്ന് പറയുന്ന സിന്നമണാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്നത് കാഷ്യ സിന്നമണാണ്. ശരിക്കും ഇതിൻ്റെ 4 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്പാണ് മെയിനായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ളത്, കാഷ്യ സിന്നമണും സൈലോൺ സിന്നമണും. സൈലോൺ സിന്നമണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങൾ എല്ലാം നിങ്ങൾക്കുണ്ടാകും. ഈ കറുവപ്പട്ട നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രമേഹം കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമാഡിഹൈഡ് എന്ന് പറയുന്ന ഒരു സാധനം ഈ കാഷ്യ സിന്നമണിലുണ്ട്. അത് എന്താ പറയുക, അത് വളരെ അളവ് കുറവിലാണ് അതിലുള്ളത്. പക്ഷേ നമ്മുടെ സിലോൺ സിന്നമണിൽ അതിൻ്റെ അളവ് കൂടുതലാണ്. അത് തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതും. എന്നാൽ കൗമാറി എന്ന് പറയുന്ന ഒരു വിഷപദാർത്ഥമാണ് ഈ കാഷ്യ സിന്നമണിൽ കൂടുതലായിട്ടുള്ളത്. അത് സിലോൺ സിന്നമണിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് അധികം വെല്ലുവിളി ഉയർത്തുന്നില്ല. ശരിക്കും 0.004% കൗമാരിൻ മാത്രമാണ് സിലോൺ സിന്നമണിൽ ഉള്ളതെങ്കിൽ 5% നമ്മുടെ കാഷ്യ സിന്നമണിലുള്ളത്. ഇത് പറഞ്ഞാൽ ചില രാജ്യങ്ങളിൽ, അതായത് ജർമ്മനി, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ എലിവിഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറ്റി അയക്കുന്ന സിന്നമണാണ് ഈ കാഷ്യ സിന്നമൺ എന്ന് പറയുന്നത്. അതിലത്തുള്ള ഈ കൗമാറിൻ തന്നെയാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് അപ്പോൾ അത്രയും വിഷം അടങ്ങിയ ഈ ഒരു സാധനം നമ്മൾ ദിവസവും നമ്മുടെ ശരീരത്തിൽ കയറ്റാന്നുണ്ടെങ്കിൽ ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ കിഡ്നി, ഇൻറ്റേർണൽ ഓർഗാൻസ് എല്ലാം ഡാമേജ് ആവും. കരൾ ഡാമേജ് ആവാനും ഒക്കെ ഇത് കാരണമായി തീരും. അത് മാത്രമല്ല, നമ്മൾക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഷുഗർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള സിന്നമൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീലങ്കൻ സിന്നമൺ തന്നെ, ഒറിജിനൽ സിലോൺ സിന്നമൺ നിങ്ങൾ ഉപയോഗിക്കുക. ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവും അതിനെ കൊണ്ട് കിട്ടില്ല. ശരീരത്തിൽ ഒരുപാട് വിഷമാണ് നിങ്ങൾ കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിന്നമൺ പൊടിച്ച് നോക്കുക എന്നുള്ളതാണ്. പൊടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ കളറ്. ഇത് രണ്ടും തമ്മിൽ കളറിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ശരിയായ കറുവപ്പട്ടയുടെ അകവും പുറവും ഒരേ നിറമായിരിക്കും. അവയ്ക്ക് ഇളം നിറമാണ് ഉണ്ടാകുക. ഏകീകൃതമല്ലാത്ത നിറമാണ് നമ്മുടെ കാഷ്യയുടെ സവിശേഷത. പലപ്പോഴും അവയുടെ വിറകുകൾ ഇരുണ്ടതോ ചാരനിറത്തിലുള്ള തവിട്ട് നിറമുള്ളതോ ആയിരിക്കും. അപ്പോൾ അതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ കറുവപ്പട്ടയുടെ 1/3 മാത്രം വിപണിയിൽ വിലയുള്ള ഈ വിഷം ആയുർവേദ മരുന്ന് നിർമ്മാണം മുതൽ ഹോട്ടലുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും അതേപോലെ തന്നെ ചെറുകിട കച്ചവടക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടായി തന്നെ മാറിയിട്ടുണ്ട്. ശരിക്കും കറുവപ്പട്ടയുടെ ഇന്ത്യൻ വിപണിയിലെ ശരാശരി വില എന്ന് പറയുന്നത് 350 രൂപയാണെങ്കിൽ കാഷ്യക്ക് കിലോയ്ക്ക് വെറും 100 രൂപ ഉൾപ്പെടെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ റിയാദിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിലും അതേപോലെ അമേരിക്കയിലെ മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഗവേഷണത്തിൽ കരൾ വൃക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ആ വിഷം കൗമറിൻ ഈ കാഷ്യക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിലെല്ലാം ഇപ്പോഴും ഇത് വ്യാപകമായി വിൽക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് അറിഞ്ഞതിന് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ വന്ന് ചോദിക്കാം. ആ ഒരു വീഡിയോനെ കുറിച്ചിട്ട് ഞാൻ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.